മറ്റൊരു അഭിഭാഷക ഭാര്യ എന്ന തരത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് റിൽഷാദിനെ ഭീഷണിപ്പെടുത്തിയെന്ന വിവരം കൂടി പുറത്തുവരുന്നത്. ഇതാ റിൽഷാദിന് എന്താണ് പറയാനുള്ളത്, റിൽഷാദ് എന്താണ് പറഞ്ഞത് കേട്ടു നോക്കാം. ഞാൻ ഈ ബിജു രാധാകൃഷ്ണൻ പരിചയപ്പെടുന്നത് 2021 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ബിജു രാധാകൃഷ്ണൻ പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങളുടെ മുമ്പിൽ ബിജു രാധാകൃഷ്ണൻ അല്ല, ബിജു ജോർജാണ് പുള്ളി ഞങ്ങളുടെ മുമ്പിൽ. ഞാൻ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ അഭിസംബോധന ചെയ്ത് പരിചയപ്പെട്ടത് ബിജു ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടത്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്, സുപ്രീം കോർട്ടിലൊക്കെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കേസ് വാദിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അത് മാത്രമല്ല പുള്ളി ഒരുപാട് എന്താ പറയുക വലിയ വലിയ കേസൊക്കെ വാദിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ പരിചയപ്പെട്ടതും ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നതും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു നാൾ പുള്ളി എന്നോട് പറയുന്നത്, നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇൻഷാദ് നമുക്കൊരു ട്രസ്റ്റ് തുടങ്ങാം, ഈ ഒരു ട്രസ്റ്റ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി അതിലെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞു ബിജു ജോർജ്. അങ്ങനെയാണ് ഞാൻ പുള്ളിയെ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിയോട്, ഇത് ആര് തുടങ്ങും? ഞാൻ അഡ്വക്കേറ്റ് അല്ലേ, ഞങ്ങളുടെ ജോലി അതാണല്ലോ, ഇങ്ങനെ ട്രസ്റ്റൊക്കെ ചെയ്തു തരുന്നല്ലേ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാണ് പുള്ളി എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്? ചെറിയ എമൗണ്ടേ ഉള്ളൂ, ഒരു 30,000 രൂപേൻ്റെ അടുത്ത് എമൗണ്ട് മാത്രമേ ഇതിന് നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞാൻ എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു. അവരും പറഞ്ഞു നമുക്കൊന്ന് ഒരു ട്രസ്റ്റ് തുടങ്ങാം എന്ന് പറഞ്ഞു. ഒരു തുടങ്ങുന്ന സമയത്ത് തന്നെ ബിജു എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് CSR ഫണ്ട് നല്ല രീതിയിൽ പോകുന്ന ട്രസ്റ്റുകൾക്ക് ഗവൺമെൻറ്റും അതുപോലെ ഒരുപാട് ടാക്സ് അടക്കുന്ന ആൾക്കാരെ കൂടിയിട്ടുണ്ട്, CSR ഫണ്ടൊക്കെ ഉണ്ട്. ആ CSR ഫണ്ട് ഒരു 300 കോടി രൂപ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം, നിങ്ങളുടെ ട്രസ്റ്റിന് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ആദ്യമായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളൊരു 2022 ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. സാന്ത്വനം ഹെൽത്ത് ആനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ പേരുണ്ടായിരുന്നത്. കാക്കനാടാണ് നമ്മുടെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ബിജുവായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് പോയത്. യെസ്, അതായത് കൊച്ചിയിലടക്കം ആഡംബര ഓഫീസുകൾ, ആഡംബര വാഹനങ്ങൾ, ആഡംബര ജീവിതം, അതിനൊക്കെ പുറത്ത് ആഡംബര ഹോട്ടലുകളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ. ഓരോ കൂടിക്കാഴ്ചയ്ക്കും 10,000 രൂപ പോലും ഈടാക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിത്വമാണ് ബിജു രാധാകൃഷ്ണൻ്റേത് എന്ന തരത്തിൽ ഉള്ള പ്രതീതി ജീവനക്കാരെ കൊണ്ട് സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് ബിജു ജോർജും ബിജു വർഗീസും ബിജു പൗലോസും ഒക്കെയായി പലരിൽ നിന്ന് പണം തട്ടിയെടുത്തത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ ആയിരുന്നു ഈ ബ്രേക്കിംഗ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇതാ ഞങ്ങളുടെ വാർത്തയെ ശരിവെക്കുന്ന തരത്തിലുള്ള പരാതികളുമായി ആളുകൾ രംഗത്ത് എത്തുന്നു. അവിടെ അനീഷ് കുമാർ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി അനീഷ് പലപ്പോഴായി ഈ ഓഫീസുകളിൽ കയറിയിറങ്ങുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പണച്ചാക്കുമായി എത്തുന്ന ഒരു സാഹചര്യം, സഞ്ചിയിലടക്കം പണവുമായി എത്തുന്ന, ലിക്വിഡ് കറൻസിയുമായി എത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത് എന്ന്. അവിടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് ഇരയായി എന്ന വിവരം കൂടി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അനീഷ് കുമാറിലേക്ക് പോകുന്നു. അനീഷ്, നിലവിൽ നമുക്ക് മുന്നിലുള്ളത് 2 പരാതികളാണ്. അതിലൊന്നാമത്തെ പരാതിയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഏതാണ്ട് 10 കോടി രൂപയുടെ തട്ടിപ്പിനായിരുന്നു കളമൊരുങ്ങിയത്. ഓരോ കൂടിക്കാഴ്ചയ്ക്കും 10,000 രൂപ പോലും ഈടാക്കുന്ന സാഹചര്യം. എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പിൽ ഈ ബിജു രാധാകൃഷ്ണന്റെ വലയിൽ കുരുങ്ങിപ്പോയത്? അഭിലാഷ്, നമുക്കെന്തായാലും വളരെ ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇന്നലെ വാർത്ത പുറത്തുവിടുമ്പോഴും പരാതിക്കാരായി ആരും ഒരു പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട് ബോധ്യപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് റിൽഷാദ് എന്നയാൾ, മലപ്പുറം സ്വദേശി, നിലമ്പൂർ സ്വദേശിയായ ആൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്. ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആ പരാതി DGPക്ക് കൈമാറുകയും DGP ഓഫീസിൽ നിന്നും റിൻഷാദിന് ഇമെയിൽ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണറോട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവിടെ നിന്നും ബന്ധപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി റിൻഷാദിന് മെസ്സേജ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് റിൻഷാദ് നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. റിൻഷാദ്, നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നിങ്ങളടക്കമുള്ളവരോട് ബിജു രാധാകൃഷ്ണൻ ഇടപെട്ടിരുന്നതല്ലേ? ഈ ബിജു രാധാകൃഷ്ണൻ നിങ്ങളുടെ അടുത്ത് വന്ന ആൾ ബിജു ജോർജ്, അയാൾ ബിജു രാധാകൃഷ്ണനാണെന്ന് എപ്പോൾ മനസ്സിലായി? നമ്മൾ പുറത്തുവിട്ട കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ? തീർച്ചയായിട്ടും ഒരിക്കലും ഇത് ബിജു രാധാകൃഷ്ണനാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
പുള്ളിയെ പരിചയപ്പെട്ടപ്പോഴും പുള്ളിയായിട്ടുള്ള സൗഹൃദ ബന്ധം ഒരു ഏകദേശം 1.5 വർഷത്തോളം നീണ്ടിരുന്നു. പക്ഷെ ഒരിക്കലും ഞങ്ങൾക്കിത് ബിജു രാധാകൃഷ്ണൻ എന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു. ബിജു ജോർജ്, അതുപോലെ തന്നെ ബിജു പൗലോസ്, ഇങ്ങനെ 2 പേരുകളിലായിരുന്നു എന്നോട് പുള്ളി ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഉയർന്ന റാങ്കിലുള്ള അഭിഭാഷകനാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ ഹൈക്കോടതിയിലെ ഏറ്റവും വലിയ അഭിഭാഷകയാണ്. ഒരുപാട് പ്രമാദപ്പെട്ട ഒരുപാട് കേസുകൾ, വലിയ കേസുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ആളുകളാണ്. സുപ്രീം കോടതിയിലെ വലിയ അഭിഭാഷകനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ ഞങ്ങളായിട്ട് ആദ്യം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുമാത്രമല്ല, പുള്ളിയായിട്ട് ഞങ്ങൾ പല ടൈമിലും ഞാൻ 1-2 മീറ്റിങ്ങുകളൊക്കെ, ഒരുപാട് മീറ്റിങ്ങുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ വക്കീലിൻ്റെ കോട്ട് അണിഞ്ഞിട്ട് വരെ ഞങ്ങളുടെ മുമ്പിൽ പുള്ളി പ്രശ്നമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആഡംബര കാറിലാണ് പുള്ളിയുടെ യാത്രകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. പുള്ളിയുടെ ആ സംസാരത്തിലും പുള്ളിയുടെ ആ ശൈലിയിലൊക്കെ ഒരു പഴയ രീതിയിലുള്ള ബിജു രാധാകൃഷ്ണൻ യാതൊരു ടച്ചും ഇല്ലായിരുന്നു. കാരണം ഈ സോളാർ കേസ് നടക്കുന്ന സമയത്തൊക്കെ എനിക്കതിനെപ്പറ്റിയൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മൾ ബിജു രാധാകൃഷ്ണൻ്റെ പുറകെ നമുക്കിതിനെപ്പറ്റി അങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇതൊക്കെ ഞങ്ങൾ ഓരോ കൂടിക്കാഴ്ചയ്ക്കും 10,000 രൂപ വെച്ച് കൊടുക്കുകയും വേണമായിരുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ ഓരോ മീറ്റിങ്ങുകൾ ഓരോ മീറ്റിങ്ങുകൾ, ഒന്ന് താജ് ഹോട്ടലിലായിരുന്നു, എം.ജി. താജ് ഹോട്ടലിലായിരുന്നു 1-2 മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുണ്ടന്നൂരുള്ള ട്രൈബൂട്ട് ഹോട്ടലിൽ, അതുപോലെ തന്നെ ഷുഗർ ഹോട്ടലിൽ, ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിങ്ങുകൾ ഉണ്ടാവാറുള്ളത്. ഓരോ മീറ്റിംഗ് കഴിഞ്ഞാലും പുള്ളി പറയും എൻ്റെ ഫീസ് വേണം, എല്ലാം കഴിഞ്ഞ് അവസാനം പറയാം ഫീസ് വേണം സാർ എന്നാൽ അക്കൗണ്ട് ഓക്കെ. ഞാൻ അങ്ങനെ ഒരു തവണയാണ് ഞാൻ നമ്മുടെ നിഷ കെ പീറ്ററുടെ അക്കൗണ്ടിലേക്കാണ്, ഒരു തവണ ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ടിലേക്കാണ് ഞാൻ 10,000 രൂപ ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ പുള്ളിയുടെ മീറ്റിങ്ങുകളൊക്കെ അത്ര ഹൈഫൈ ഹോട്ടലിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ നമുക്ക് കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്ത പോലെ? വേണ്ട, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല. ഞാൻ ഒരുപാട് വലിയ പ്രമാദമായ കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന, പ്രമാദമായ കേസുകൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പം എന്നെ നിങ്ങൾ ഒന്ന് കുറച്ച് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പായിരുന്നു എൻ്റെ മുമ്പിൽ അദ്ദേഹം നടത്തിയത്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുന്നത് 2021 കാലഘട്ടത്തിലാണ്. 2021 കാലഘട്ടത്തിൽ ബിജു ജോർജിനെ പരിചയപ്പെടുകയും അദ്ദേഹമായിട്ടുള്ള ആ സ്നേഹബന്ധം ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോവുകയും അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് പുള്ളി പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഈ സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി. ഞാൻ ഒരുപാട് വലിയ പ്രമാദമായ ഒരുപാട് കമ്പനികളുടെ CSRA ഫണ്ട് വാങ്ങിക്കൊടുക്കുന്ന ഒരു കൺസൾട്ടൻറ്റും കൂടിയാണ് ഞാൻ. ബാങ്ക് ഓഫ് ബറോഡ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇങ്ങനെ വലിയ ബാങ്കിൻ്റെയൊക്കെ ലീഗൽ അഡ്വൈസറൊക്കെ ഞാനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് പുള്ളിയായിട്ടുള്ള സൗഹൃദ ബന്ധം കുറച്ചുകൂടി നീണ്ടുപോയപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാം, CSRA ഫണ്ട് വാങ്ങിത്തരാം. നീ വലിയ ഹോസ്പിറ്റലിൻ്റെയൊക്കെ MD ആയിട്ട് ഇരിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളും സംഘടന സ്ഥാപനങ്ങളും ഒക്കെ ഇറങ്ങുന്ന ഒരുപാട് ഇതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്ന ആലോചിച്ച് നോക്ക്. നീ ഇങ്ങനെ ചെറുതായി ഒതുങ്ങിക്കൂടേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളിയുടെ തട്ടിപ്പിൻ്റെ ഫസ്റ്റ് ഘട്ടമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മറ്റു 4 സുഹൃത്തുക്കളും, അവരുടെ പേര് പറയുന്നില്ല, 4 സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഞങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, സാന്ത്വനം ഹെൽത്ത് അനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ ആദ്യത്തെ ഫീസ് ഞങ്ങൾ കൊടുത്തിരുന്നു. ആ ഫീസെല്ലാം കൊടുത്ത് പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് പുള്ളിയായിട്ടുള്ള മീറ്റിങ്ങുകൾ നിരന്തരമായിട്ട് ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. ആ മീറ്റിങ്ങിലാണ് ഈ പറയുന്ന ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബിജു ജോർജ് പറയുന്നത്, വെറുതെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രം പോരാ, ഇതിന് CSRA ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊജക്ട് റിപ്പോർട്ട്, ഒരു പ്രൊജക്റ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു, സാർ ഇത് നമ്മൾ ആര് ചെയ്യും? ഇത് ഞാൻ തന്നെ ചെയ്യും, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്, പക്ഷേ ഞാൻ കുറച്ച് എക്സ്പെൻസീവാണെന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല, ഞാൻ കുറച്ച് എക്സ്പെൻസീവാണെന്നൊക്കെ പുള്ളി പറയും. അങ്ങനെയാണ് ആദ്യത്തെ ഗഡുവായിട്ട് 4.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് കാക്കനാട് ഫുള്ള് ക്യാഷായിട്ട്, പുള്ളിയുടെ മോള് അവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ രാവിലെ 7:30-8 മണിക്കുള്ളിലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു വൈറ്റ് കവറിൽ പൊതിഞ്ഞിട്ടാണ് ഫുള്ള് ക്യാഷായിട്ട് ഞാൻ പുള്ളിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഗഡുവായിട്ട് കൊടുത്തത്. അങ്ങനെ പല തവണകളായിട്ടാണ് ഞാൻ 20 ലക്ഷം രൂപയോളം ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ട്രസ്റ്റിൻ്റെ ബാക്കിയുള്ള പ്രൊജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പുള്ളിയുടെ ഭാഗത്ത് പ്രഷറാണ്, റിൻഷാ നാളെ പൈസ വേണം, നാളെ 5 ലക്ഷം വേണം, നാളെ 7 ലക്ഷം വേണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതോടുകൂടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ നീ തന്ന പൈസയൊക്കെ പോകും, പിന്നെ ആ പൈസയായിട്ട് എന്നോട് ചോദിക്കാനോ എന്നോട് ഇതിൻ്റെ പുറകെ നടക്കരുത്, നീ ഓക്കെ അല്ലെങ്കിൽ നാളെ തന്നെ തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്വർണ്ണം പണയം വെച്ചിട്ടും അതുപോലെ തന്നെ കാറ് പണയം വെച്ചിട്ടും ഗോൾഡുകൾ വിറ്റിട്ടൊക്കെയാണ് ഇദ്ദേഹത്തിന് ഫസ്റ്റ് ഗഡുക്കളായ പൈസ തവണകളായിട്ട് അടച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ഗവൺമെൻറ് കൊടുക്കുന്ന ആംബുലൻസ്, നിങ്ങൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് 2 ആംബുലൻസ് ഗവൺമെൻറ് തരുന്നുണ്ട്. അതിന് വേണ്ടി 7 ലക്ഷം രൂപ വേണം. അത് 2 ആംബുലൻസിന്, അത് ICU സെറ്റപ്പൊക്കെ ഉള്ള ഒരു ലക്ഷറി രീതിയിലുള്ള ആംബുലൻസാണ്. ഇത് ആർക്കും കൊടുക്കാത്ത ആംബുലൻസ് നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ച് കൈക്കൂലികളൊക്കെ പല ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് 7 ലക്ഷം രൂപ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത്. പിന്നെ ബാക്കി ഈ FCRA CSRA ഫോറിൻ ഫണ്ട് സ്വീകരിക്കാനും അത് വാങ്ങാനും അതിനുള്ളതിനൊക്കെ വേണ്ടിയിട്ട് പല പേപ്പർ വർക്കുകൾക്കായിട്ട് അദ്ദേഹം 2 ലക്ഷം രൂപയോളമാണ് എൻ്റെ കയ്യിൽ നിന്ന്
വാങ്ങിയെടുത്തിട്ടുള്ളത്. അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് ഞാൻ കൊടുക്കുന്നതും പുള്ളിയായിട്ടുള്ള ഒരു ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതും. പിന്നെ 300 കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു അല്ലേ? അതെ അതെ, എൻ്റെ അതിൽ വ്യക്തമായിട്ട് എൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ ഉണ്ട്. 300 കോടി രൂപയാണ് ബാങ്ക് ഓഫ് ബറോഡ, അതും പ്രത്യേകം എന്നോട് പറഞ്ഞു, ബാങ്ക് ഓഫ് ബറോഡ നിങ്ങൾക്ക് 300 കോടി രൂപയാണ് വാങ്ങിത്തരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചിൽഡ്രൻസ് ഹോമിനും അതൊരു ഓൾഡ് ഏജ് ഹോമിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊരു സ്ഥലം പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കോടനാട് പോയിട്ട് ഒരു 5 ഏക്കർ സ്ഥലം പോയി കണ്ടു. ഞങ്ങളെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 5 ഏക്കർ സ്ഥലം പോയി കണ്ടു. ആ സ്ഥലത്തിൻ്റെ ബാക്കി അതർ പ്രൊസീജിയറിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ പുള്ളിയുടെ ഈ പൈസകളെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് ഡിലേകൾ വന്നോളൂ. പക്ഷെ അന്നും പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ ഈ 300 കോടി രൂപ ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരുമ്പോൾ ഇത്ര രൂപയാണ് എൻ്റെ കമ്മീഷൻ, അതെനിക്ക് ആദ്യം തന്നെ നിങ്ങൾ തരണം. നിങ്ങൾ പറഞ്ഞ ചാനലിൽ പറഞ്ഞത് ഇന്നലെ ഞാൻ പറഞ്ഞത് കേട്ടു, വളരെ കറക്റ്റാണ്. അതിന് ഇത്ര ശതമാനം ആദ്യമായിട്ട് ഞങ്ങൾക്ക് കമ്മീഷൻ തന്നാൽ മാത്രമേ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുള്ളൂ. അപ്പം അങ്ങനെ കേട്ടപ്പോഴാണ് എനിക്കും ഇങ്ങനെ ഒരു മാനസികമായിട്ട് പ്രശ്നങ്ങൾ. ഈ 300 കോടി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കോടികളായി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അപ്പോൾ ഞാനൊന്ന് സ്ലോ ആയി ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്ത് ബാക്കിലേക്ക് നിന്നു. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബിജു ജോർജ് ഫോൺ എടുക്കാണ്ടായി. ഇദ്ദേഹം ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല, ഫോണുകൾ എടുക്കുന്നില്ല. അങ്ങനെ നിരന്തരമായിട്ട് ഇത് കുറേ നാളുകൾ വിളിച്ച് അങ്ങനെ എടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തായ അങ്കമാലിക്കാരൻ ഒരു ഏലിയസ്, അദ്ദേഹം എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു, ഒരു വീഡിയോ അയച്ചു തന്നിട്ടാണ് റിൻഷാദ് ഇതൊന്ന് കണ്ടിട്ട് എന്നെ പെട്ടെന്ന് തിരിച്ചു വിളിക്കുന്നത്. ഈ വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഞാൻ കണ്ടത്. അത്ര ഞെട്ടിക്കുന്ന ഇത് സോളാർ കേസിലെ കേരളം ഒന്നടങ്കം കുലുക്കിയെടുത്ത് ഏറ്റവും വലിയ സോളാർ കേസിലെ 1-ാം പ്രതിയായ ബിജു രാധാകൃഷ്ണനാണെന്നുള്ള വിവരം ഞാൻ ആ സമയത്താണ് ഞാൻ അറിയുന്നത്. അതുവരെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, എന്തും അറിയില്ല. ഞാൻ നെട്ടിപ്പോയി. അപ്പോൾ അതിന് ഏലിയാസിനെ തിരിച്ചു വിളിച്ചു, ഏലിയാസ് ഇതൊക്കെ എന്താണ്? അപ്പോഴാണ് ഏലിയാസ് പറയുന്നത്, ഏലിയാസിൻ്റെ കയ്യിൽ നിന്നും ഇതുപോലെ തന്നെ CSRA ഫണ്ട് വാങ്ങിത്തരാം, 100 കോടി രൂപ 1.5 മാസം കൊണ്ട് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഏലിയാസിൻ്റെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപയോളാണ് ഇദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളത്. അത് എൻ്റെ സുഹൃത്തായ ഏലിയാസ്, ഇത് ഒരിക്കലും റിൻഷാദ് അറിയരുത്, റിൻഷാദ് ഒരു ഇത് അറിയാൻ പാടില്ല. അത് എന്നോട് ഏത് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്, അത് ഹോസ്പിറ്റലിൻ്റെ MD ആയിട്ട് ഇരിക്കാം, ഒരു ചെയർമാനായിട്ട് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഏത് രീതിയിലാണോ അദ്ദേഹം അപ്രോച്ച് ചെയ്തത്, അതിനപ്പുറമായിരുന്നു ഏലിയാസിനോട് അപ്രോച്ച് ചെയ്തതും. ഏലിയാസ് ഓൾറെഡി ട്രേഡിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഫണ്ടും പുള്ളിയുടെ മറ്റ് സുഹൃത്തുക്കളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയും എല്ലാം കൂട്ടിയിട്ടാണ് 1.5 ലക്ഷം രൂപകളും പല ഘട്ടങ്ങളായിട്ട് ഏലിയാസ് എന്ത് ചെയ്തിട്ടുള്ളത് ബിജു രാധാകൃഷ്ണന് കൈമാറിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അല്ലേ? ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബിജുവിൻ്റെ ഒപ്പമുള്ള പങ്കാളിയെന്ന് നിങ്ങളോട് പറഞ്ഞ അഡ്വക്കേറ്റ് ഇടപെട്ടു. അതെന്താണ് സംഭവം? ആ നടിയെ ആക്രമിച്ച കേസ് ഇതുമായിട്ട് എന്താണ്? നടിയെ ആക്രമിച്ച കേസിൽ ഞങ്ങൾ ഈ ബിജു രാധാകൃഷ്ണനായിട്ട് ഞങ്ങൾ ട്രൈബൂട്ട് ഹോട്ടലിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് അദ്ദേഹത്തിന് കോൾ വരികയും എന്നോട് റിൻഷാദ് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പുള്ളി മാറി നിന്നു. പിന്നെ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ, സ്വന്തം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ. പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഭാര്യയെ കൊന്ന കേസിൽ ബിജു രാധാകൃഷ്ണൻ ജയിലിൽ കടന്നപ്പം അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീലാണ് അത് എന്നൊക്കെ ഞങ്ങൾ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അതൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഏലിയാസിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് നിഷ കെ പീറ്റർ ട്രൈബൂട്ട് ഹോട്ടലിലേക്ക് കടന്നു വരികയും നിഷയുടെ കൂടെ അന്ന് ഈ നടിയെ ആക്രമിച്ച കേസിലെ 2-ാം പ്രതിയായ മാർട്ടിൻ ഉണ്ടായിരുന്നു. മാർട്ടിൻ അന്ന് ജാമ്യത്തിലിറക്കിയത് നിഷയായിരുന്നു. എന്നിട്ട് അതിനുശേഷം എന്നോട് കുറച്ച് കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് റിൻഷാദ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ, നമുക്ക് അതിൻ്റെ അതർ സ്റ്റെപ്പുകളായിട്ട് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു എന്ത് ചെയ്ത് ബിജു രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് മാർട്ടിന് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാം, സാമ്പത്തികമായിട്ട് വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 1-2 ദിവസം അതിൻ്റെ ഫോളോ അപ്പിംഗ് ഉണ്ടായിരുന്നു. മാർട്ടിനെ കൊണ്ട് നിങ്ങൾ എവിടെയും പോയോ അതോ നിങ്ങളുടെ അടുത്തോട്ട്? മനസ്സിലായില്ല, എന്താണ് ചെയ്തത് മാർട്ടിനായിട്ട്? മാർട്ടിൻ ജയിലിൽ നിന്ന് റിമാൻഡിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഈ ട്രൈബൂട്ട് ഹോട്ടലിലേക്കാണ് നിഷ കെ പീറ്റർ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹം എനിക്ക് ഓർമ്മ വരുന്നത് വർഷങ്ങളായി, എന്നിരുന്നാലും ഒരു വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റൊക്കെ എടുത്ത് ഓടി വന്നു, ബിജു രാധാകൃഷ്ണനായിട്ട് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിട്ട് ഇതാണ് മാർട്ടിൻ, നടി ആക്രമിച്ച കേസിലെ 2-ാം പ്രതിയാണ്, കുറച്ച് നാൾ പുള്ളിയെ നിൻ്റെ കൂടെ നിർത്താൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ മീഡിയക്കാരായിട്ട് പുള്ളിക്ക് അധികം സംഭാഷണങ്ങളൊന്നും പാടില്ല എന്ന് കോടതി ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2-ാമത്തെ ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബിജു രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ വീണ്ടും പാലാരിവട്ടത്ത് ബൈപ്പാസിലേക്ക് മീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറുന്നു. അതിനോട് പറഞ്ഞു ദിലീപിൻ്റെ അനിയനായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, 3 കോടി രൂപയോളം എന്ത് ചെയ്യും കുമരകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തരും, റിൻഷാദ് പോയി വാങ്ങണം,
അതിൻ്റെ ബാക്കി ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 3 കോടി രൂപയാണ് എന്ത് ചെയ്യുക ബിജു ദിലീപിൻ്റെ ക്യാഷായിട്ട് തരാം. എൻ്റെ കാറിൽ വേണം പോകാൻ. കുമരകത്ത് റിസോർട്ടെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 കോടി വാങ്ങുമ്പോൾ റിൻഷാദിനൊരു എമൗണ്ട് തരും, പിന്നെ മാർട്ടിനും ഒരു എമൗണ്ട് കൊടുക്കണം. ബാക്കി ഇതിനിടയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും. ഉദ്ദേശിക്കുന്നത് ഈ നിഷ കെ പീറ്ററും ബിജു രാധാകൃഷ്ണനുമാണ്. അങ്ങനെ ഇതിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ ദിലീപിൻ്റെ കേസിലും ബിജു രാധാകൃഷ്ണൻ ഇടപെടൽ ഉണ്ടായിട്ട് എന്നുള്ളത് വ്യക്തമാണ് എനിക്ക്. എന്തിനു വേണ്ടിയാണ് കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. പക്ഷേ അതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട്. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് എനിക്കുണ്ട്. അത് ഞാനിപ്പോൾ ഇന്നെന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തു. അത് DGPയിലേക്ക് കൈമാറി. ഇപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നൊക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, എമർജൻസി ആയിട്ട് ഇന്ന് തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പരാതികളെല്ലാം എടുത്തിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അദ്ദേഹം തിരിച്ചറിയില്ല. അദ്ദേഹത്തിൻ്റെ രൂപത്തിലും വേഷത്തിലും സംസാരത്തിലും ഒക്കെ ഒരു മാറ്റങ്ങളാണ്. ഈ ഗ്ലൂട്ടാത്തിൻ പോലെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ബ്രൈറ്റ്നസ്സൊക്കെ വരുത്തി സോളാർ കേസിൽ 1-ാം പ്രതിയായ ബിജു ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് അത് ഭയങ്കരമായിട്ട് ആളുകളെ വീഴ്ത്തുമല്ലോ. ഇപ്പോൾ എന്നോട് പറഞ്ഞ പോലെ വലിയ വലിയ കാര്യങ്ങളാണ്. യോഗി ആദിത്യനാഥുമായി ബന്ധമുണ്ട്, അമൃതാനന്ദമയി മഠത്തിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്ന താനാണ്, 75 വർഷം പഴക്കമുള്ള കർണാടകത്തിലെ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനാണ്, കേന്ദ്രത്തിലെ BJP മന്ത്രിമാരും BJP നേതാക്കളുമൊക്കെയായി വലിയ ബന്ധമാണ്. അങ്ങനെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിരുന്നു വലിയ വലിയ കാര്യം. ഈ ഇതിൽ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പം അത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും എനിക്കറിയാം. ബിജു രാധാകൃഷ്ണൻ്റെ പല കാര്യങ്ങളും എനിക്കറിയാം. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ലൈവിൽ എനിക്ക് പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അത് നിയമവിദഗ്ധരായിട്ടും എൻ്റെ അഡ്വക്കേറ്റായിട്ടും സംസാരിച്ചാൽ മാത്രമേ പുറത്ത് പറയാനുള്ളൂ. പക്ഷേ ആ വാർത്തകൾ പുറത്തു വന്നാൽ അത് കേരളം കുലുക്കുന്ന രീതിയിലുള്ള, വിറങ്ങലിക്കുന്ന രീതിയിലുള്ള വാർത്തകളായിരിക്കും മുന്നോട്ട് വരിക എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത്രയും ഭയാനകമായിട്ടുള്ള സംഭവങ്ങളാണ് ബിജു രാധാകൃഷ്ണൻ, അത് രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഇടപെടലുകളിലും ഒക്കെ. കാരണം ഞാൻ ഈ ഒരു പരാതി വന്ന ഉടനെ അന്ന് ഒരു വർഷം ബാക്കിൽ ഒരു 8-9 മാസം മുമ്പാണ് സിറ്റി പോലീസ് കമ്മീഷണർ പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്തു പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അത്രയും ദിവസം ഫോണിൽ വിളിച്ച് കിട്ടാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും അവരുടെ ഒരു മിസ് കോൾ എനിക്ക് വന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് എന്നോട് പറയുന്നത്, നിൻ്റെ പരാതി ഇപ്പോൾ ഏത് മേശപ്പുറത്ത് ഏത് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നീ കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്നെ കൊന്നുകളയും, അത് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, അതിനുള്ള പവറും പണവും ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം എൻ്റെ പരാതി, ഞാൻ രഹസ്യമായിട്ട് കൊടുത്ത പരാതി ഏത് മേശപ്പുറത്ത് ഏത് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് വരെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എൻ്റെ പരാതി ഞാൻ വ്യക്തമാണ്. നിങ്ങൾ പിന്നീട് സൈലൻ്റ് ആയത്, പിന്നീട് ഒന്നും നടപടിക്ക് പോകാൻ അതുകൊണ്ടാണോ ഈ ആദ്യ പരാതിക്ക്? അതെ, എനിക്ക് പിന്നെ അല്ല, ഞാൻ ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റുകളും അവർ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ വാർത്ത വന്നപ്പോഴാണ് അവരുടെ കൂടെ ഒരു റിട്ടയർഡ് പോലീസുകാർ, സൈബർ സെല്ലിലെ പോലീസുകാരുണ്ടെന്നൊക്കെ വിവരം അറിയുന്നത്. അപ്പോൾ അതായിരിക്കും എൻ്റെ ഫോണിലേക്ക് വരുന്ന ഓരോ കോളുകളും അതെന്നോടൊന്ന് പറഞ്ഞിരുന്നു. നിൻ്റെ ഓരോ മൂവ്മെൻറ്റുകൾ കൃത്യമായിട്ട് അറിയാം. പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്നെ കൊന്നുകളയും, നിന്നെയും നിൻ്റെ കുടുംബത്തെയും കൊന്നുകളയും, അതിനുള്ള പവറും പണവും ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ എന്ത് ചെയ്യാനാ? മറ്റേ CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങൾ എന്തും ചെയ്യാം. എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങളെ എന്തും ചെയ്യാൻ പറ്റില്ല. അത്രയും വിവാദമായ കേസിൽ ഞങ്ങൾ സിമ്പിളായിട്ട് രക്ഷപ്പെട്ടല്ലോ. ഒരു മന്ത്രിസഭ മുഴുവൻ, ഒരു നിയമസഭ മുഴുവൻ താഴെയിട്ട ആളുകളാണ് ഞങ്ങൾ. എന്നോട് നിശ്ചയമാണ് പറയുന്നത്, ഒരു രാഷ്ട്രീയ കക്ഷിയെ വരെ മുഴുവൻ തകർത്ത ആൾക്കാരാണ്. ഞങ്ങളോട് നീ എന്ത് ചെയ്യാനാണ്? എന്നെ വെല്ലുവിളിച്ചായിരുന്നു, നീ എന്ത് ചെയ്യാനാണ്? അപ്പം കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് ഇതിന് വലിയ കാര്യങ്ങളായിട്ടുണ്ടാകാം, നിനക്ക് താങ്ങാൻ പറ്റില്ല. കള്ളക്കേസ് കൊടുക്കി നിന്നെ അകത്തിടും, പല കേസുകളും നിൻ്റെ തലയിലേക്ക് ഇട്ട് നിന്നെ അകത്തിടാനുള്ള പവറും പണവും ഒക്കെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടായിരുന്നു മുന്നോട്ട് വരാഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ വാർത്തകളൊക്കെ പുറത്ത് വന്നപ്പോൾ ജനം അറിഞ്ഞു ഇയാൾ തട്ടിപ്പ്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എൻ്റെ ഈ ഒരു ഇത് പുറത്ത് വന്നാൽ ഇനി 100 കണക്കിന് ആളുകൾ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ കൺഫേമാണ് ഇദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു, ഓരോ ആളുകളെ ഇദ്ദേഹം തട്ടിപ്പിലേക്ക് നിർത്തുന്ന രീതികളും ശൈലികളൊക്കെ അതേ രീതിയിലായിരുന്നു എന്നോടും. ഇതുപോലെ 1500 കോടി പറയുന്നു, 3000 കോടി പറയുന്നു, ഒരു ഹോസ്പിറ്റലിലെ ബെഡിന് 3 കോടി പറയുന്നു. ഇങ്ങനെ കോടികളുടെ കണക്കുകൾ മാത്രം ഇദ്ദേഹം പറഞ്ഞ് നമ്മളെ അങ്ങ് പ്രകോപിപ്പിച്ചിട്ട് ഇതിലേക്ക് വലിച്ചിടുക എന്നുള്ളതാണ്. അത് പ്രത്യേക ശൈലിയാണ്. എന്തായാലും ഈ റിൻഷാദ് ആദ്യം വന്ന ഓഫീസ് നമുക്ക് പിന്നിൽ കാണുന്ന പനമ്പള്ളി നഗറുള്ള ഒരു ഓഫീസാണ് അല്ലേ? ഈ
അതെ 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 ഈ ഓഫീസിൽ ഇതിൽ ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് ഇതിൽ ഒരു ഓഫീസ് മാത്രമേ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടെ സ്റ്റാഫായിട്ട് അനുപമ എന്ന് പറഞ്ഞ ലേഡി ആയിരുന്നു അന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നു. ഞങ്ങൾ പേപ്പർ വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്ത അനുഭവമായിരുന്നു. ആ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു. ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓഫീസ്. പിന്നെ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അടുത്ത മീറ്റിംഗ് വന്നപ്പം ആ ഫ്ലോർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് NHF എന്ന ഓഫീസായിരുന്നു. ആ ഫ്ലോർ മുഴുവൻ 1, 2, 3, 4 മുറികൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ 4 or 5 കടമ്പകൾ കഴിഞ്ഞു മണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ മാത്രമേ ബിജു രാധാകൃഷ്ണനെ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഫുള്ള് രൂപക്കൂടും മറ്റേ പുണ്യാളൻ്റെ ഫോട്ടോവും രൂപക്കൂടും മൊത്തത്തിലൊരു ക്രൈസ്തവ രൂപത്തിലുള്ള ഓഫീസുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മുഴുവൻ ഉണ്ടായത്. പിന്നെ ഞങ്ങൾ ഈ വിഷയം പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു സമയത്ത് രാത്രി ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആളില്ല. സ്റ്റാഫിനോട് ചോദിച്ചും സാറിന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഒരു സമയം വന്നപ്പോൾ ഇദ്ദേഹം ഓഫീസെല്ലാം നിർത്തി പോകുന്ന അവസ്ഥയാണ്. ഈ ഓഫീസിലായിരുന്നു ഞങ്ങൾ പല തവണകളായിട്ട് മീറ്റിങ്ങിന് വന്നിട്ടുള്ളത്. അഭിലാഷ്, അതാണ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മോട് നേരിട്ട് ബിജു പറഞ്ഞ പ്രലോഭനങ്ങളൊക്കെ ശരിയാണ് എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഒപ്പം ഇതിനപ്പുറം മറ്റു പല തലങ്ങളിലേക്കും ഈ ബിജു രാധാകൃഷ്ണൻ്റെ ബന്ധങ്ങൾ നീളുന്നു എന്ന് തന്നെയാണ് റിൻഷാദ് പറയുന്നത്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.